ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മഞ്ജുശ്രീ കുക്കിങ്ങിലേക്ക് സ്വാഗതം. മുടി നല്ല ആരോഗ്യത്തോടെ സമൃദ്ധമായി വളരാൻ നല്ലൊരു ഹെയർ ഓയിലാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് എന്ത് ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്നുള്ളത്. ഈ ഹെയർ ഓയിൽ മുടിയിലും സ്കാൽപ്പിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. ആഴ്ചയിൽ 2 തവണ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. 100% റിസൾട്ട് കിട്ടുന്ന ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എണ്ണ കാച്ചുന്നതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിവിടെ എടുത്ത് വച്ചിട്ടുള്ളത് കറ്റാർവാഴയാണ്. ഇതേപോലത്തെ 3 കറ്റാർവാഴ യൂസ് ചെയ്യുന്നുണ്ട്. കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് കൊടുക്കാനും അതേപോലെ മുടിയുടെ ടെക്സ്ചറൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും മുടിയുടെ ഗ്രോത്ത് കൂട്ടാനും ഒക്കെയാണ് നമ്മൾ കറ്റാർവാഴ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നെല്ലിക്കയാണ്. 3 നെല്ലിക്കയാണ് ഇവിടെ എടുത്തു വച്ചിട്ടുള്ളത്. അകാല നരയ്ക്ക് നെല്ലിക്ക പോലെ ഫലപ്രദമായ ഒരു ഔഷധം വേറെ ഇല്ല. അതുമാത്രമല്ല, നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നകൂടെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും മുടിക്ക് നല്ല കറുത്ത കളർ കൊടുക്കാനും നെല്ലിക്കയ്ക്ക് കഴിയും. പിന്നെ വേണ്ടത് ഉള്ളിനീരാണ്. ചെറിയ ഉള്ളി ആണെങ്കിലോ വലിയ ഉള്ളി ആണെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ചെറിയ ഉള്ളിയിൽ ഔഷധ ഗുണം കൂടുതലുള്ളത് കൊണ്ട് ഇതാണ് ഇവിടെ എടുക്കുന്നത്. മാത്രമല്ല, ഇതിൽ സൾഫർ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് ഏത് ഉള്ളിയിലും സൾഫർ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെയർ ലോസിനൊരു പ്രോബ്ലം നമുക്ക് ഉണ്ടാകുകയേ ഇല്ല. പിന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. ചെമ്പരത്തിയുടെ ഇല നമുക്കറിയാം ഹെയർ ലോസ് പ്രിവെൻഷനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ പ്രീമെച്ചർ ഗ്രേയിങ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ മുടിയെ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാനും നമുക്കിത് യൂസ്ഫുള്ളാണ്. പിന്നെ ഒരു പിടി തുളസിയില എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെയുള്ള ഡ്രൈനെസ് ഒക്കെ മാറ്റി നന്നായിട്ട് ഹെയർ മോയ്സ്ചറാക്കി നിലനിർത്താനായിട്ട് ഇത് യൂസ്ഫുള്ളാണ്. കറിവേപ്പിലയിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും നമുക്കിത് ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതേപോലത്തെ 3 കറ്റാർവാഴ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറ്റാർവാഴ കട്ട് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിലുള്ള ഒരു കറയുണ്ട്. ആ കറയൊക്കെ മാറിയതിന് ശേഷം ക്ലീനായി കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ 2 സൈഡിലെ മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കളയാം. അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ വിശദമായിട്ട് പറയുന്നത്. നെല്ലിക്കയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. നെല്ലിക്കയിലെ കുരുവൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പീസസൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന കറ്റാർവാഴ ഞാനിപ്പോൾ ജ്യൂസാക്കി കഴിഞ്ഞു. 3 കറ്റാർവാഴ ഉണ്ടായിരുന്നു. അത് മുഴുവനും ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ടാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറ്റാർവാഴ ജ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അരഞ്ഞ് ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. നമ്മുടെ ഹെർബൽ പേസ്റ്റാണിത്. എല്ലാ മിക്സും കൂടെ ചേർത്ത് ഇത്ര അളവിൽ നമുക്കിവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്ന് നോക്കാം. ഞാനിത് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ചീനച്ചട്ടി തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും അയൺ പാത്രത്തിൽ നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും മതി. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ജ്യൂസ് മുഴുവനും ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം സെയിം അളവാണ് ഞാൻ വെളിച്ചെണ്ണ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ വെളിച്ചെണ്ണ ഞാൻ മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. മില്ലിൽ വാങ്ങിച്ചതോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെയിം അളവ് വെളിച്ചെണ്ണയും കൂടെ എടുത്തു. അതുകൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാനിത് ഗ്യാസിലേക്ക് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ട് മിക്സായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിന് മുകളിലേക്ക് വെക്കാം. ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണം എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. എണ്ണ ചൂടായി വരുന്നതിനനുസരിച്ചിട്ട് ഈ മോയ്സ്ചറൊക്കെ എണ്ണയിൽ നിന്ന് മാറി എണ്ണ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയമെടുക്കും. എന്നാലും നിങ്ങൾ എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് എണ്ണ കാച്ചിയെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഈ സമയത്ത് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് പതുക്കെയല്ലേ ആയി വരുന്നുള്ളൂ. പിന്നെ ഇത് മൂത്ത് ഒരു പാകമാകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഈ പച്ചിലയുടെ ഈ മോയ്സ്ചറൊക്കെ മാറിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. കളറൊക്കെ ചേഞ്ചായി ഈ പച്ചിലയുടെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എണ്ണയ്ക്കകത്തേക്ക് മിക്സായിട്ട് വരണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി. കുറച്ച് കൂടുതൽ സമയം എടുത്ത് അത് പതുക്കെയാണ് ആയി വരുള്ളൂ. എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എണ്ണയുടെ മൂപ്പ് നോക്കി വാങ്ങുക എന്നുള്ളതാണ്. കറക്റ്റ് പാകത്തിനായി കഴിയുമ്പോൾ നല്ല കാച്ചിയ എണ്ണയുടെ മണം നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിത് വാങ്ങി വെക്കണം. ഇപ്പോൾ ഈ എണ്ണയുടെ കളർ കണ്ടില്ലേ? ആദ്യം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ എണ്ണയുടെ ഒരു പച്ച കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കളറൊക്കെ മാറി എണ്ണയ്ക്കൊരു ബ്രൗൺ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ അങ്ങനെ കളർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഓയിൽ ചെളിപ്പരുവത്തിലായിട്ടുണ്ട്. എണ്ണ കാച്ചുമ്പോൾ ഓരോ സ്റ്റെപ്പിനും ഓരോ പേരുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ചെളിപ്പരുവം. ഇനി ഇതും കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാലാണ് എണ്ണ കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് മൂപ്പ് എത്തുന്നുള്ളൂ. ഇപ്പോൾ എണ്ണ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കക്കനൊക്കെ നല്ല ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. കക്കൻ എന്ന് പറഞ്ഞത് നമ്മൾ ആ പച്ചില ചേർത്ത് ആ കൂട്ടൊക്കെ കൂടെ ഇപ്പോൾ കറുത്ത് കക്കനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് പാകം നോക്കണ്ടേ? അപ്പോൾ പാകം നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു സ്മെൽ കൊണ്ട് തന്നെ മനസ്സിലാവും. നമ്മൾ ഈ കാച്ചിയ എണ്ണയുടെ മണമൊക്കെ അറിയുന്നവർക്കറിയാം, ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ഈ എണ്ണ കാച്ചുന്ന ഈ സ്ഥലത്ത് മുഴുവൻ ഒരു കാച്ചിയ എണ്ണയുടെ മണമാണ്. അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയാണ് അതിലേക്ക് ഇട്ട് നോക്കിയത്. കറിവേപ്പില ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉണ്ടാക്കുന്ന ഈ എണ്ണയുടെ പാകം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇടുന്ന കറിവേപ്പില പെട്ടെന്ന് തന്നെ നമുക്ക് ഒടിഞ്ഞു കാണാൻ സാധിക്കും. അത് എടുത്തിട്ട് കയ്യിലെടുത്തിട്ടൊന്ന് ഒടിച്ച് നോക്കണം. അപ്പോഴാണ് നമ്മുടെ കയ്യിലത് പൊട്ടി വരണം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എണ്ണയുടെ പാകം നോക്കാൻ വേണ്ടി നമുക്ക് സവോള ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിട്ട് നോക്കാം. അതിങ്ങനെ മൂത്ത് വരും. അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുത്താൽ അത് പൊട്ടി വരും. പക്ഷേ ഞാൻ സാധാരണ കറിവേപ്പിലയാണ് ഇടാറുള്ളത്. കറിവേപ്പില ആകുമ്പോൾ നമുക്ക് കിട്ടാനും എളുപ്പമുണ്ട്. അതുമാത്രമല്ല, സാധാരണ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എണ്ണ കാച്ചി തരുമ്പോൾ ഇങ്ങനെ കറിവേപ്പില ഇട്ടിട്ട് മൂപ്പ് നോക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ടത്. നിങ്ങൾക്ക് ഏതാണ് അവൈലബിളായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിട്ടിട്ട് എണ്ണ കാച്ചിയെടുക്കാം. ഇപ്പോൾ എണ്ണ അടുപ്പത്തുനിന്ന് മാറ്റി താഴേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് അതിൻ്റെ ഒരു പാകമുണ്ട്, പാത്രഭാഗം എന്നാണ് ഇനി പറയുക. അപ്പോൾ ആ പാകത്തിൽ കറക്റ്റായിട്ട് നമ്മുടെ ആവശ്യമുള്ള മൂപ്പിലേക്ക് എണ്ണ എത്തിക്കോളും. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ശരിക്കും ഒടിച്ചെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് കയ്യിലെടുത്താൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം. അപ്പോൾ ഇനി ഞാനിതൊരു തുണിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അതിന് ശേഷം കാണിച്ചു തരാം. കാച്ചെണ്ണ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. നിങ്ങൾ ഈ എണ്ണയുടെ കളർ കണ്ടില്ലേ? നല്ല ഡാർക്ക് കളറാണ്. ഇത് നമ്മുടെ മുടിയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടിക്കും അതേപോലെ നല്ല കറുപ്പ് കിട്ടും. കാച്ചെണ്ണ നമുക്കിനി ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അതിനു മുമ്പ് ഞാനിവിടെ ഒരു ചെറിയ പീസ് കർപ്പൂരം എടുത്തൊന്ന് പൊടിച്ചിടുന്നുണ്ട്. കർപ്പൂരത്തിൻ്റെ ആ സ്മെല്ല് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ അതിന് നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തലനീരിറക്കം ഉള്ളവർ അല്ലെങ്കിൽ പെട്ടെന്ന് ജലദോഷം വരുന്നവർ, അങ്ങനെ തലയ്ക്ക് അധികം തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ കർപ്പൂരം നമുക്ക് ഒഴിവാക്കാം. ഇതേപോലെ 2 കുപ്പി ഓയിലാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ എണ്ണ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തതിന് വിവരങ്ങൾ അറിയിക്കണം കേട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ മറന്നു പോവാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെല്ലിലൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.